സുഹൃത്തുക്കളെ, കുക്കിംഗ് വിത്ത് JP-യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജോഷി പൂവത്തെങ്കൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന എന്നാൽ സ്വാദിഷ്ടവുമായ ഒരു വെളുത്ത കളറിലുള്ള തേങ്ങാ ചമ്മന്തിയാണ്. മസാല ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂട്ടത്തിൽ കൂട്ടാൻ പറ്റിയ നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയുടെ കൂട്ടത്തിൽ കിട്ടുന്ന പോലെയുള്ള ഒരു ചമ്മന്തി. പിന്നെ ഒരു കാര്യം ഓർമ്മിച്ചോട്ടെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് കുക്കിംഗ്. മസാല ദോശയുടെയും ഇഡ്ഡലിയുടെയും ഒക്കെ കൂടെ കൂട്ടാൻ പറ്റിയ വെളുത്ത തേങ്ങാ ചമ്മന്തിക്ക് വേണ്ടിയുള്ള ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. 3/4 കപ്പ് ചിരകിയ തേങ്ങ, US-ലെ അളവിലാണെങ്കിൽ 1 കപ്പ് അല്ലെങ്കിൽ 8 ഔൺസ്, ഒരു സവോളയുടെ 4 അരിഞ്ഞു വെച്ച് അല്ലെങ്കിൽ 3 ചെറിയ ഉള്ളി, 1 അല്ലി വെളുത്തുള്ളി, 1/2 ടീസ്പൂൺ ഇഞ്ചി, 4 കാന്താരിമുളക് അരിഞ്ഞു വെച്ച്, പിന്നെ ഇത് കടുക് പൊട്ടിക്കാൻ വേണ്ടി ആ സവോള അരിഞ്ഞതിൽ നിന്ന് അല്പം നമ്മൾ മാറ്റി വെച്ചത്, 2 തണ്ട് കറിവേപ്പില. ഇനി നമ്മൾ ഈ എടുത്തു വച്ചിരിക്കുന്ന തേങ്ങായും സവോളയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പിന്നെ നമ്മളെടുത്ത 2 കറിവേപ്പിലയിൽ നിന്ന് 1 തണ്ട് കറിവേപ്പില ഇട്ട് മിക്സിയിലിട്ട് 1 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ അരച്ചെടുക്കണം. ഇപ്പോൾ നമ്മൾ ആ തേങ്ങായും ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയും സവോളയും വെളുത്തുള്ളി എല്ലാം ഇട്ട് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് നമ്മൾ 1/2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ചൂടായി കഴിയുമ്പോഴത്തേനും. പിന്നെ എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും അതിനകത്തോട്ടൊരു 1/4 ടീസ്പൂണ് കടുക് ഇട്ടുക. കടുക് പൊട്ടാൻ വേണ്ടി ഒന്ന് മൂടി വെക്കുക. കടുക് പൊട്ടിക്കഴിയുമ്പോഴേക്കും നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരിക്കുന്ന കടുക് പൊട്ടിക്കാൻ അടുത്ത സവോള അതിനകത്തോട്ടിട്ട് നല്ലപോലെ ഇളക്കി ഒരു ബ്രൗൺ കളറാകുന്നിടം വരെ ഇളക്കി മൂപ്പിക്കുക. ഇപ്പോൾ ആ സവോള ഒരു ചെറിയ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ മാറ്റി വെച്ചിരിക്കുന്ന 1 തണ്ട് കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് നല്ലപോലെ ഇളക്കി ചെറുതായിട്ടൊന്ന് മൂക്കുന്നിടം വരെ ഇളക്കുക. ഇനി സ്റ്റൗവ് ലോ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ഇതിനകത്ത് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കുക. ടീസ്പൂണാണ് കേട്ടോ, ടേബിൾ സ്പൂൺ അല്ല. അത് കഴിഞ്ഞിട്ട് 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നല്ലപോലെ ഇളക്കുക. വളരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇളക്കാൻ. എന്നിട്ട് നമ്മൾ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഒരു 3-4 തിള വരുന്നിടം വരെ ഇങ്ങനെ തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക, പിരിഞ്ഞു പോകരുത് തേങ്ങ. ഇപ്പോഴിത് കംപ്ലീറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. എല്ലാം പാകമാണ്, നല്ല ടേസ്റ്റാണ്, എല്ലാം പാകത്തിനാണ്. അപ്പം നമ്മുടെ മസാല ദോശയ്ക്കും ഇഡ്ഡലിക്കും ദോശയ്ക്കും ഒക്കെ ഉപയോഗിക്കാവുന്ന വെള്ള തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ ഒരു 3-4 തിള വരുന്നിടം വരെ ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ വേവിച്ചത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ്. എന്നിട്ട് അറിയിക്കണം.